ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇതേപോലെ ഒഴിഞ്ഞ മരുന്ന് കുപ്പി ഉപയോഗിച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം ഇതേപോലത്തെ മരുന്ന് കുപ്പി എടുത്തിട്ട് നന്നായി ക്ലീനാക്കി ഇതേപോലെ 2 കോട്ട് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. ഇതിപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ 2 കോട്ടാണ് അടിച്ചിരിക്കുന്നത്. ഇതിന് ശേഷം ഇതിന് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ വരച്ചു കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കലാവാസന അനുസരിച്ച് ഇഷ്ടമുള്ള പിക്ചർ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ബ്രാഞ്ചസിൻ്റെ പിക്ചറാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് ബ്രാഞ്ചിൻ്റെ പിക്ചർ വരച്ചു കൊടുക്കുകയാണ് ഞാൻ. ഇപ്പം നമ്മൾ ബ്രാഞ്ചസ് ഒരുവിധം വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു ചുവന്ന അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ളൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് പോലെ വരച്ചെടുക്കാം. നിങ്ങൾക്ക് എന്ത് കളർ യൂസ് ചെയ്തിട്ടാണെങ്കിലും ഏത് ടൈപ്പ് ഫ്ലവർ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പം ജസ്റ്റ് റെഡ് കളർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് ചേർക്കുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ അപ്പോൾ കിട്ടുന്നതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള അത്രയും ഫ്ലവേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബ്രാഞ്ചസും ഫ്ലവറും വരച്ചു കഴിഞ്ഞു. സിമ്പിളാണ്, ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെ കുപ്പികളുണ്ടാകും. അത് നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് കളയാതെ ഇതേപോലെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫ്ലവർ വേസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇത് അതേപോലത്തെ തന്നെ സെയിം ഒരു ഒഴിഞ്ഞ മരുന്ന് ബോട്ടിലാണ്. അതിൽ നമ്മൾ ഇതേപോലെ ജൂട്ടിൻ്റെ ത്രെഡാണ് ചുറ്റി കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ജൂട്ടിൻ്റെ ത്രെഡ് ഒരു ഫെവിക്കോളോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഗ്ലൂ ഗണ്ണോ യൂസ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കാം. ആദ്യം ചുറ്റി കൊടുക്കുമ്പം നിങ്ങൾക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ അതിൻ്റെ ടിപ്പിൽ കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കാം. ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്നില്ല. ഇപ്പം ഞാൻ തുടക്കത്തിലായതുകൊണ്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തിട്ട് വീണ്ടും ഗ്ലൂ കൊടുക്കും. നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ജൂട്ട് ത്രെഡ് ഉപയോഗിച്ച് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജൂട്ട് ത്രെഡിന് എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ബോട്ടിൽ കംപ്ലീറ്റ് ഈ ജൂട്ട് ത്രെഡിൻ്റെ മുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു ബ്ലൂ കളറിലുള്ള നല്ല ഒരു അടിപൊളി ബോട്ടിൽ കിട്ടും.
അപ്പം ഞാൻ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കയ്യിലുള്ള കുറച്ച് ബീഡ്സ് വെച്ചിട്ട് ഞാനത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അപ്പം ഫൈനലായിട്ട് ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ ബോട്ടിൽ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള ബീഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവേഴ്സോ എന്ത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള പഴയ ഒരു ബീഡ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അതിനുശേഷം ഞാനിങ്ങനെ ഒരു റിബൺ വെച്ചിട്ട് ഇതേപോലെ അത് ഒന്നുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. കണ്ടോ? അപ്പോൾ സിമ്പിളാണ്. ഇതേപോലത്തെ ബോട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതേപോലെ എല്ലാം ചെയ്ത് നോക്കണം.